ലച്ചു ലച്ചു എന്താ അമ്മായി നിനക്ക് കോളൊന്നും വന്നില്ലേ? ആരൊക്കെയാണ് ചറവറാന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാ. ആ എന്നാ ഓണാക്കാതിരിക്കണാണ് നല്ലത്. വല്ല മനുഷ്യാവകാശ കമ്മീഷൻ നിന്നോ പോലീസിൽ നിന്നൊക്കെ കോള് വരും. പോലീസിൽ നിന്നോ മനുഷ്യാവകാശ കമ്മീഷൻ നിന്നോ കോള് വരുമെന്ന്. എന്തിനെന്നാ? എന്താ എടേ ഫോൺ എടുത്ത് നോക്ക് നീ. എന്റെ അമ്മ ഇങ്ങനെ വളച്ച് പറയുന്നത് എനിക്കൊന്നും പിടി കിട്ടൂല. മര്യാദക്ക് കാര്യം പറ. ആ പിടി കിട്ടാതിരിക്കണാണ് നല്ലത്. എന്തായാലും എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട്. അമ്മമ്മക്ക് എടുത്തിട്ട് ബാക്കി ഇപ്പൊ അമ്മയ്ക്ക് തരണ. അയ്യോ എനിക്ക് വേണ്ട. ലച്ചു എനിക്ക് വയ്യ. ഇനി എന്താ ലച്ചുന്? നിന്റെ സ്വഭാവം തീരെ ശരിയല്ല. എന്റെ അമ്മമ്മ ഞാൻ അമ്മയുടെ കാല് പിടിക്കുക. എനിക്ക് വയ്യ വഴക്കിടാൻ. എടി നമ്മള് തങ്ങളി വഴക്കിട്ടത് നീ എന്തിനാ അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞേ? ആ പിന്നെ എനിക്ക് അതാണല്ലോ പണി. നമ്മൾ തമ്മിൽ വഴക്കിടുന്ന അപ്പൂപ്പനെ വിളിച്ചു പറയണത്. പിന്നെ ആരാടി വിളിച്ചു പറഞ്ഞേ? എന്ത് വിളിച്ചു പറഞ്ഞെന്ന്? ഷോ മുതല്ല നീങ്ക സണ്ട പോടത്ത് നിർത്തുങ്ക. അത് തന്നെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാക്കണ ആദ്യം ഒന്ന് നിർത്ത്. എന്നിട്ടാ ഇതൊന്ന് കാണ് കാണ് കാണ്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് പോയത്? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞിട്ടാന്നോ? അടപ്പായിരിക്കുന്ന കറി സൂത്രം കാണിച്ചു തരും. കൊള്ളാലോ. ഇതാരാ ഷൂട്ട് ചെയ്തേ? അമ്മൂമ്മ ഇതെന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? എന്റെ അമ്മൂമ്മ നമ്മൾ തമ്മിൽ വഴക്കിടുന്ന നാട്ടുകാർ മൊത്തം കണ്ടോണ്ടിരിക്കുക. കണ്ടോണ്ടിരിക്കുന്നോ? അതെങ്ങനെയാ? എന്റെ അമ്മൂമ്മ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാന്ന്. ഇനിയിപ്പോ നമ്മളെന്തോ ചെയ്യും? അമ്മായി ഞങ്ങള് തമ്മിൽ വഴക്കിടുന്നത് നൈസായിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്തല്ലേ? അയ്യ ഞാനും നല്ല ഷൂട്ട് ചെയ്തത്. നിന്റെ പുന്നാരനെ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പൊ നാട്ടുകാർ ഫുള്ള് കണ്ട്. അമ്മ ഇത് കണ്ടിട്ടാണ് പടലത്തുനിന്ന് അച്ഛമ്മയെ വിളിച്ചത്. മനസ്സിലായ? അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും കോൾസും വരണത്. കേശുവിടെ കേശു എന്തിയെ? എനിക്കറിഞ്ഞൂടാ. ഇവിടെ വാടാ. മര്യാദക്ക് ഇവിടെ വന്നോ? മര്യാദക്ക് വന്നോ? തല്ലില്ലെന്ന് പറഞ്ഞാ വരാ. തല്ലില്ല, നീ വാ. ഇവിടെ വാടാ. ചേച്ചി സത്യമായിട്ടും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ലൈവ് പോണ കാര്യം അമ്മച്ചിയാണ്, ഞാൻ അറിഞ്ഞില്ല. ഫോണിന്റെ കംപ്ലൈന്റ് ആണ്. ഞാൻ അന്നേ പറഞ്ഞാണ് ഫോൺ കുറച്ച് പ്രശ്നമാണ്, കംപ്ലൈന്റ് ആണെന്നൊക്കെ. കേട്ടില്ല. തല്ലല് ചേച്ചി തല്ലില്ല എന്നുള്ള വിശ്വാസത്തിൽ വരികയാണ്. തല്ലി അമ്മച്ചിയാണ്, ഞാൻ അവിടെ ഓടും. ജമ്മം ചെയ്താൽ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരില്ല. ശരിക്കും എന്താ സംഭവിച്ചേ? നീ മനഃപൂർവ്വം ലൈവ് പോയതല്ലേടാ? മനഃപൂർവ്വോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ ചേച്ചി? എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ പോവും വീട്ടിൽ നിന്ന്. അല്ല ചേച്ചി, ചേച്ചി സമാധാനപ്പെട്. ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ഇതങ്ങ് പോയി കഴിയുമ്പോ വേറെ ഏതെങ്കിലും ട്രെൻഡ് വരുമ്പോ ഇതങ്ങ് മാഞ്ഞു. സിദ്ധു മിക്കവാറും എന്നെ ഡിവോഴ്സ് ചെയ്യും. അപ്പൂപ്പനെ എന്നെയും ഡൈവോഴ്സ് ചെയ്യും. ഇത്രയും കൊല്ലം അപ്പൂപ്പനോട് ഒരുപാട് നാൾ ജീവിച്ചില്ലേ? ഞങ്ങളൊക്കെ ജീവിതം തുടങ്ങിയേ ഉള്ളൂ. ലച്ചു ആ ഫോണിങ്ങതാ. ഞാനേ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കട്ടെ. കുറേ ഓൺലൈൻ മീഡിയയിൽ ഇത് വൈറലായിട്ടുണ്ട്. അമ്മായി എടാ കേശു, നീ എന്നാലും വയസ്സാം കാലത്ത് എന്നോട് ഈ ചതി ചെയ്തല്ലോടാ. അമ്മമ്മ സത്യമായിട്ട് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. അതുകൊണ്ട് ചെയ്തതല്ല. കേശോ മര്യാദക്ക് ഇതിന് പരിഹാരം കണ്ടോളണം. ഞാൻ എന്തിനു പരിഹാരം കാണാൻ? ഞാൻ ഒരു ഐഡിയ പറയട്ടാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ലൈവ് പോ. ഇത് നിങ്ങൾക്ക് അറിയാതെ പറ്റിയാണെന്നങ്ങ് പറ. ഇതൊക്കെ ചെയ്ത് തന്നെ നാട്ടുകാർ വിശ്വസിക്കും അമ്മായി. അത് മാത്രല്ല ഈ വീഡിയോ വൈറലായ പോലെ അതാവുന്ന എന്താ ഉറപ്പ്? നാട്ടുകാർക്ക് നെഗറ്റീവ് കണ്ടന്റ് മാത്രം മതി, പോസിറ്റീവ് ഒന്നും വേണ്ട.